നമസ്കാരം. എഡ്യു ഡിഫൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിലിറ്ററി നഴ്സിംഗിനും ഇന്ത്യൻ ആർമി നഴ്സിംഗ് അസിസ്റ്റൻറ്റിനും വേണ്ടിയിട്ടുള്ള 20 സെലക്റ്റഡ് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൈറ്റമിൻ ഇൻ അവർ ബോഡി ആൾസോ നോൺ ആസ് വൈറ്റമിൻ എച്ച്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? പണ്ട് വൈറ്റമിൻ എച്ച് എന്നാണ് അതിന് പേര് കൊടുത്തത്. വൈറ്റമിൻ B5 ആണോ, വൈറ്റമിൻ B2 ആണോ, വൈറ്റമിൻ B7 ആണോ, വൈറ്റമിൻ ബി ആണോ? വൈറ്റമിൻ B7 അതായത് ബയോട്ടിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B7 ആണ് പണ്ട് കാലത്ത് വൈറ്റമിൻ എച്ച് ആയിട്ട് പേര് കൊടുത്തത്. ബയോളജിയിലെ ഒരു പ്രധാന മേഖലയാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കിടപ്പുണ്ട്, സജഷൻ ബോക്സിലും കിടപ്പുണ്ട്, പോയി കാണുക. രണ്ടാമത്തെ ചോദ്യം, എലമെൻറ്റ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസ്. തൈറോയ്ഡ് ഹോർമോൺസിനെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ സിന്തസിസിന് സഹായിക്കുന്ന എലമെൻ്റ് ഏത്? കാൽസ്യം, സോഡിയം, അയഡിൻ, പൊട്ടാസ്യം. അയഡിനാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ സിന്തസിസിന് സഹായിക്കുന്നത്. അപ്പോൾ അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം നമുക്കറിയാം, ഗോയിറ്റർ ആണ്. മൂന്നാമത്തെ ചോദ്യം, ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ലങ്സ് ഈസ് കോൾഡ്. ലങ്സിൻ്റെ ഏറ്റവും വെളിയിലുള്ള പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ടുള്ള ആ ഒരു മെംബ്രെയിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ പ്ലൂറ, ഓപ്ഷൻ ബി പെരികാർഡിയം, ഓപ്ഷൻ സി മെനിഞ്ചസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. നമുക്കറിയാം ലങ്സിൻ്റെ കവറിങ് പ്ലൂറയാണ്. ഹാർട്ടിൻ്റെ കവറിങ് ആണെങ്കിൽ പെരികാർഡിയം, ബ്രെയിൻ കവർ ചെയ്തിരിക്കുന്നത് മെനിഞ്ചസ് എന്ന് പറഞ്ഞ മെംബ്രെയിൻ കൊണ്ടാണ്. അടുത്ത ചോദ്യം, റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് സ്കോർപിയോൺ. സ്കോർപിയോണിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ ഏത്? ഗ്രീൻ ഗ്ലാൻഡ്, ബുക്ക് ലങ്സ്, നെഫ്രീഡിയ, ഗിൽസ്. സ്കോർപിയോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ ബുക്ക് ലങ്സ് ആയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം, ലാക്ക് ഓഫ് ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് ബോഡി ഈസ് നോൺ ആസ്. അതായത് ശരീരത്തിൽ ഓക്സിജൻ്റെ അഭാവമുള്ള ആ ഒരു അവസ്ഥയെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി ആസ്പിസിയ, ഓപ്ഷൻ സി ഡിസ്പ്ലക്സിയ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ലാക്ക് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ് ഓഫ് ബോഡിയെ പറയുന്ന പേര് ആസ്ഫിസിയ എന്നാണ്. ആറാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ നോർമൽ ടൈഡൽ വോളിയം. റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടൈഡൽ വോളിയം. നോർമൽ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും എത്ര ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 700 ml, 500 ml, 600 ml, 1500 ml. 500 ml ആണ് നമ്മുടെ ശരീരത്തിലെ നോർമൽ ടൈഡൽ വോളിയം. ഏഴാമത്തെ ചോദ്യം, ഹ്യൂമൻ ബോഡി ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം ഏത് ടൈപ്പാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ? ഓപ്പൺ ടൈപ്പാണോ, ക്ലോസ്ഡ് ടൈപ്പാണോ, സെമി ടൈപ്പാണോ, നൺ ഓഫ് ദി എബോവ് ആണോ? നമുക്കറിയാം നമ്മളുടെ ബ്ലഡ് ഒഴുകുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള വെസൽസ് വഴിയാണ്, ബ്ലഡ് വെസൽസ് വഴിയാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ചാനലിലൂടെ ഒഴുകുന്ന ഏതൊരു സർക്കുലേറ്ററി സിസ്റ്റവും ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇൻസെക്ട്സിൻ്റെ അകത്ത് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. എട്ടാമത്തെ ചോദ്യം, വിച്ച് ബ്ലഡ് സെൽസ് എമംഗ് ദ ഫോളോയിങ് ഈസ് ഫാഗോസൈറ്റ്. ഫാഗോസൈറ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് കാണിക്കുന്ന ബ്ലഡ് സെല്ല് താഴെ പറയുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി മോണോസൈറ്റ്സ്, ഓപ്ഷൻ സി ലിംഫോസൈറ്റ്സ്, ഓപ്ഷൻ ഡി ബാസോഫിൽ. മോണോസൈറ്റ് ആണ് താഴെ പറഞ്ഞവയിൽ ഫാഗോസൈറ്റോസിസ് കാണിക്കുന്നത്. ഫാഗോസൈറ്റോസിസ് അറിയാം, സെൽ എൻഗൾഫിംഗ് എന്നാണ് അതിനെ പറയുന്നത്. വെളിയിൽ സെൽ മെംബ്രെയിൻ്റെ വെളിയിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ വന്നാൽ അതിനെ വിഴുങ്ങാനുള്ള കപ്പാസിറ്റിയെ പറയുന്നതാണ് ഫാഗോസൈറ്റോസിസ്. അത് കാണിക്കുന്നത് ന്യൂട്രോഫിലും കാണിക്കും. അപ്പം മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ഫാഗോസൈറ്റോസിസ് കാണിക്കുന്ന ബ്ലഡ് സെൽസ്. ഒൻപതാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ബ്ലഡ് സെൽസ് ആർ നോട്ട് ഗ്രാനുലോസൈറ്റ്സ്. താഴെ പറയുന്നവയിൽ ഗ്രാനുലോസൈറ്റ്സ് അല്ലാത്തത്, ഗ്രാന്യൂൾസ് അടങ്ങുന്ന WBC ആണ് ഗ്രാനുലോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സ് അല്ലാത്തത് ന്യൂട്രോഫിലാണോ, ഈസ്നോഫിലാണോ, ബാസോഫിലാണോ, ലിംഫോസൈറ്റ്സ് ആണോ? താഴെ പറയുന്നവയിൽ ലിംഫോസൈറ്റ്സ് ആണ് ഗ്രാനുലോസൈറ്റ്സ് അല്ലാത്തത്. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സ് ആയത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോഫിലും ഈസ്നോഫിലും ബാസോഫിലും ഗ്രാനുലോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സ് ഒക്കെ എഗ്രാനുലോസൈറ്റ്സ് ആണ്. പത്താമത്തെ ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് വാൾവ് ക്യാൻ ബി സീൻ ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ഹാർട്ടിൽ റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന വാൾവ് ഏതാണ്?
ഓപ്ഷൻ എ ബൈകസ്പിഡ് വാൾവ്, ഓപ്ഷൻ ബി ട്രൈകസ്പിഡ് വാൾവ്, ഓപ്ഷൻ സി പെരികാർഡിയൽ വാൾവ്, ഓപ്ഷൻ ഡി എസ് എ നോഡ്. ഉത്തരമായി വരുന്നത് ട്രൈകസ്പിഡ് വാൾവാണ്. റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയ്ക്കും ട്രൈകസ്പിഡ് വാൾവാണ്. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ ബൈകസ്പിഡ് വാൾവാണ്. 11ാമത്തെ ചോദ്യം, ഫേസ് ഓഫ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ഈസ് നോൺ ആസ് എന്നാണ് ചോദ്യം. ഹാർട്ടിൻ്റെ റിലാക്സേഷനെ അറിയപ്പെടുന്നത് എങ്ങനെ? സിസ്റ്റോൾ എന്നാണോ, ഡയസ്റ്റോൾ എന്നാണോ, സെമി ഡയസ്റ്റോൾ എന്നാണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ ഡയസ്റ്റോളാണ് വരുന്നത്. ഹാർട്ട് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ സിസ്റ്റോളാണ്. നമ്മൾ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും പഠിച്ചു. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 mmHg ആണ്. ഡയസ്റ്റോളിക് പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 mmHg ആണ്. അപ്പോൾ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 mmHg ബാർ 80 mmHg എന്നാണ് ഉത്തരമായി എഴുതേണ്ടത്. 12ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിഡ് മെൻറ്റ് ഫോർ ദ സ്റ്റോറേജ് ആർ കളർലെസ് ആൻഡ് ആർ കാൾഡ് ആസ്. അതായത് സ്റ്റോറേജിന്, അതായത് പ്ലാന്റ്സിലാണ് പ്ലാസ്റ്റിഡ്സ് കാണപ്പെടുന്നത്, സ്റ്റോറേജിന് സഹായിക്കുന്ന പ്ലാസ്റ്റിഡ് ഏതാണ് എന്നാണ് ചോദ്യം. ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം ലൂക്കോപ്ലാസ്റ്റ് ആണ് സ്റ്റോറേജിന് വേണ്ടി സഹായിക്കുന്ന പ്ലാസ്റ്റിഡ്സ്. ഇനി ക്ലോറോപ്ലാസ്റ്റ്, അതിൻ്റെ നിറം പച്ച കളറായിരിക്കും. പിഗ്മെൻറ്റ് ക്ലോറോഫിലാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ടുക്ക് പ്ലേസ് ഇൻ. ഫോട്ടോസിന്തസിസിൻ്റെ 2 ഫേസസ് ആണ്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. അതിൽ ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണോ, ഗ്രാനയിലാണോ, തൈലക്കോയിഡിലാണോ, ബി ആൻഡ് സി ആണോ ഉത്തരം? നമുക്കറിയാം ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലെ തൈലക്കോയിഡിൽ വെച്ചാണ്. എന്നാൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചുമാണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് ബി ആൻഡ് സി ആണ്. 14ാമത്തെ ചോദ്യം, ഡാഷ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ആർ ലിങ്ക്ഡ് ത്രൂ പെപ്റ്റൈഡ് ബോണ്ട്. പ്രോട്ടീൻ്റെ ഏറ്റവും ചെറിയ മോണോമർ ഏതാണ് എന്നാണ് ചോദ്യം. പ്രോട്ടീൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ്, ലിപ്പിഡ്സ്, ഫ്രക്ടോസ്. അമിനോ ആസിഡ്സ് കൊണ്ടാണ് പ്രോട്ടീൻ്റെ ഒരു പോളിമർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രോട്ടീൻ്റെ മോണോമർ ഏതെന്ന് ചോദിച്ചാലും അമിനോ ആസിഡ്സ് ആണ്. 15ാമത്തെ ചോദ്യം, നൈട്രജൻ ബേസ് വിച്ച് ഈസ് ആബ്സെൻറ്റ് ഇൻ DNA. DNA-യിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള നൈട്രജൻ ബേസസ് ഏതാണ്? ഓപ്ഷൻ എ അഡിനിൻ, ഓപ്ഷൻ ബി ഗ്വാനിൻ, ഓപ്ഷൻ സി സൈറ്റോസിൻ, ഓപ്ഷൻ ഡി യുറാസിൽ. നമുക്കറിയാം യുറാസിൽ RNA-ക്കകത്തുള്ള നൈട്രജൻ ബേസാണ്. അപ്പം DNA-ക്കകത്തുള്ള നൈട്രജൻ ബേസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, തയമിൻ. 16ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ. ഫാറ്റിൽ അലിയാത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ. വൈറ്റമിൻ ബി ആണ് ഫാറ്റ് സോളുബിൾ അല്ലാത്ത വൈറ്റമിൻ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്, അത് പോയി കാണുക. അതിൻ്റെ അത് വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഡക് എന്നോർക്കുക, ADEK അതാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. ബിയും സിയും വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. 17ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ഓർ സോൾവെൻറ്റ് ത്രൂ സെമി പെർമിബിൾ മെമ്പറൈൻ. ഒരു സെമി പെർമിബിൾ മെമ്പറൈൻ്റെ അകത്തൂടെ നടക്കുന്ന ഡിഫ്യൂഷനെ അല്ലെങ്കിൽ വാട്ടറിൽ നടക്കുന്ന ഡിഫ്യൂഷനെ എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഓസ്മോസിസ്, ഓപ്ഷൻ ബി ഡിഫ്യൂഷൻ, ഓപ്ഷൻ സി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ ഡി പാസീവ് ട്രാൻസ്പോർട്ട്. നമുക്കറിയാം ഒരു സെമി പെർമിബിൾ മെമ്പറൈൻ്റെ അകത്തൂടെ അതും വാട്ടറിലോ സോൾവെൻറ്റിലോ നടക്കുന്ന ഒരു ട്രാൻസ്ഫറിങ്ങിനെ പറയുന്ന പേര് ഓസ്മോസിസ് എന്നാണ്. 18ാമത്തെ ചോദ്യം, ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ലെഗൂമിനസ് പ്ലാന്റ്സ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് ലെഗൂമിനസ് പ്ലാന്റ്സ്, അതായത് പീ പ്ലാന്റ്സ്, പയർവർഗ്ഗ ചെടികൾക്ക് റൂട്ട്സിൽ ലെഗൂംസ് കാണപ്പെടുന്നു. ആ ലെഗൂംസിൻ്റെ അകത്തുള്ള ബാക്ടീരിയ ഏതാണ്? അസറ്റോബാക്ടർ, റൈസോബിയം, സൈനോബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ. ഉത്തരമായി വരുന്നത് റൈസോബിയം ആണ്. അസറ്റോബാക്ടർ എന്താണെന്ന് വെച്ചാൽ അതും നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ആണ്. അതൊരു ഫ്രീ ലിവിങ് ബാക്ടീരിയ ആണ്. 19ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോൺ ആസ് ദ എനർജി കറൻസി ഓഫ് എ സെൽ. സെല്ലിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ ADP, ഓപ്ഷൻ ബി ATP,
ഓപ്ഷൻ സി APT, ഓപ്ഷൻ ഡി ABT. നമുക്കറിയാം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന ATP ആണ് എനർജി കറൻസി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അകത്ത് നമ്മൾ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും പഠിക്കുമ്പോൾ ക്രെബ്സ് സൈക്കിൾ വഴി മൈറ്റോകോൺട്രിയയിൽ ഉണ്ടാകുന്ന എനർജി റിലീസ് ATPകളായിട്ടാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 28 ATP ഒക്കെ റിലീസ് ചെയ്യുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ATP ആണ് എനർജി കറൻസി ഓഫ് ദ സെല്ല്. 20ാമത്തെ ചോദ്യം, ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ട് ഏതാണ്? 3 പാർട്ടുകളാണ്. ഡിയോഡിനം, ജജനം, ഇലിയം എന്ന് പറഞ്ഞ 3 പാർട്ടുകൾ കൊണ്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയോഡിനമാണ്. ഏറ്റവും അവസാനത്തെ പോർഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലിയമാണ്. എന്നാൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലിയം തന്നെയാണ്. അപ്പോൾ നമ്മളിതുവരെ 20 ബയോളജി മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞു. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്ത് പഠിക്കുക, നന്നായി പഠിക്കുക, എക്സാമിന് നന്നായിട്ട് എഴുതുക, വിജയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യണം. എന്നാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ബൈ.